നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 552nd day. Today 23rd sloka of Pradhama Skandam, 2nd chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 552 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. സത്വം രജസ്തമയിതി പ്രകൃതിർഗുണാസ്തിർ ഉക്തപരം പുരുഷ ഏകൈഹാസ്യദത്തേ ചിത്യാദയേ ഹരിവിരിഞ്ച ഹരേതി സംജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനൂർനൃണാംസു. ഓം തത്സത്. സത്വം രജസ്തമയിതി പ്രകൃതിർഗുണാസ്തി യുക്തപരപുരുഷ ഏകൈഹാസ്യദത്തേ ചിത്യാദയേ ഹരിവിരിഞ്ച ഹരേതി സംജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനൂർനൃണാംസു. ഓം തത്സത്. ശ്രീഹരിയെ തന്നെ എന്തുകൊണ്ടാണ് ഭജിക്കേണ്ടത് എന്നുള്ളത്, എപ്പോഴും ശ്രീഹരിയെ ഭജിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ശ്രീഹരിയെ തന്നെ ഭജിക്കണം എന്ന് പറയുന്നത് എന്ന് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരികയാണ്. അതായത് സത്വം, രജസ്, തമസ് എന്നിങ്ങനെ 3 ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രകൃതി നിലനിൽക്കുന്നത്. ആ സത്വ, രജസ്, തമസ് ഗുണങ്ങൾക്ക് ആശ്രയിച്ചിട്ട് ദേവൻ ആ ആത്മാവ് 3ആയി വിഭജിച്ച് സത്വഗുണത്തോടു കൂടിയ ശ്രീ മഹാവിഷ്ണുവായും രജോ ഗുണത്തോടുകൂടി ശ്രീ ബ്രഹ്മാവായും തമോ ഗുണത്തോടുകൂടി ശ്രീ ശിവഭഗവാനായും വഹിക്കുന്നു. 3നും ഭേദമില്ലെങ്കിലും 3നും ഓരോരോ കർമ്മമാണ് നിശ്ചയിച്ചത്. സ്ഥിതി വിഷ്ണു ഭഗവാനും, സംഹാരം ശിവഭഗവാനും, സൃഷ്ടി ബ്രഹ്മദേവനുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ആ സ്ഥിതി ദേവനായ സത്വമൂർത്തിയായ ശ്രീഹരിയെ ഭജിച്ചാൽ നാശരഹിതമായ ആ ലോകത്ത് നാം എത്തിച്ചേരും, വൈകുണ്ഠത്തിൽ എത്തിച്ചേരും. അവിടെ എത്തിച്ചേർന്നാൽ പിന്നീട് വീണ്ടും ജനന മരണ ക്ലേശങ്ങളിൽപ്പെട്ട് ഉഴലേണ്ടി വരികയില്ല എന്ന് പറയുകയാണ്. പരമമായ ആ ഹരിപദത്തെ വിഷ്ണു ഭഗവാൻ മാത്രമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഹരിയെ ഭജിക്കണം എന്ന് പറയുന്നത്. 3 സൃഷ്ടികൾക്കും ഭേദമില്ലെങ്കിലും സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടിക്ക് ബ്രഹ്മാവും, സ്ഥിതിക്ക് മഹാവിഷ്ണുവും, സംഹാരത്തിന് ശിവഭഗവാനുമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ മൂർത്തികളിൽ വെച്ച് സത്വമൂർത്തിയായിട്ടുള്ള ശ്രീഹരിയെ ഭജിക്കുന്നതാണ് ഉത്തമം. ആ ശ്രീഹരി തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പരമാത്മാവ് തന്നെയാണ് 3ആയി സത്വ, രജ, തമോ ഗുണങ്ങളായിട്ട് ഭവിക്കുന്നത്. അങ്ങനെ സത്വഗുണം ആശ്രയിച്ച് പിന്നീട് ആ ഗുണവും കടന്ന് ആ പരമാത്മാവിൽ ലയിക്കണം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. സത്വം രജസ്തമൈതി പ്രകൃതിർഗുണാസ്തി ഉക്തപരപുരുഷ ഏകൈഹാസ്യദത്തേ സ്ഥിത്യാദയേ ഹരിവിരിഞ്ച ഹരേതി സംജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനൂർനൃണാംസ്യു. ഓം തത്സത്. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ.
ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.